എതിർത്തതിന്റെ പേരിൽ 16-കാരന് മർദ്ദനമേറ്റതായി പരാതി. എറണാകുളം പെരുമ്പാവൂർ കീഴെല്ലാം സെന്റ് തോമസ് സ്കൂളിലാണ് സംഭവം. സംഘം ചേർന്ന് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായാണ് പരാതി. കൊച്ചിനെ മർദ്ദിച്ചതായിട്ട് അവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. CCTV ക്യാമറ പരിശോധിച്ചറിയാം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. CCTV ക്യാമറയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാതെ. ജൂലൈ 30-ന് സ്കൂളിൽ വെച്ചായിരുന്നു സംഭവം. കൂവപ്പടി മാവേലിപ്പടി സ്വദേശിയായ 16-കാരനാണ് മർദ്ദനമേറ്റത്. കീഴിലം സെന്റ് തോമസ് സ്കൂളിൽ +1-ന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ +2-ന് പഠിക്കുന്ന 20ഓളം പേർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഇവരെല്ലാവരും കൂടി ഈ ടോയ്ലറ്റിനകത്തേക്ക് ഇടിച്ചു കയറി. ഇവൻ ടോയ്ലറ്റിൽ യൂറിൻ പാസ് ചെയ്യാനും കൂടി അവർ സമ്മതിച്ചിട്ടില്ല. അവന് ക്രൂരമായിട്ട് അവരെല്ലാവരും കൂടി ഇടിച്ച് അങ്ങോട്ട് പഞ്ചറാക്കി കളഞ്ഞു. അവൻ താഴെ വീണ് അവശതയായി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറയാണ് ഇനി മതിയിടാൻ നിർത്തടാന്ന് പറഞ്ഞപ്പിന്നെയാണ് അവർ നിർത്തിപ്പോയത്. വിദ്യാർത്ഥിയുടെ വസ്ത്രം അഴിക്കുവാൻ സംഘം ആവശ്യപ്പെട്ടു. ഇത് വിസമ്മതിച്ചതോടെ ശുചിമുറിയിൽ പോയ സമയത്ത് +2 വിദ്യാർത്ഥികളുടെ സംഘം പിന്തുടർന്നെത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. 16-കാരനെ സംഘം ദേഹമാസകലം ഇടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. 2 ദിവസം ആശുപത്രിയിലായിരുന്ന കുട്ടി ആകെ ഭയന്നുപോയി എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. കൊച്ച് ഇങ്ങനെ പറ്റിയെന്നൊന്നാ, ഞാൻ അമ്മയല്ലേ, എന്നോട് ഇങ്ങനെയൊന്നും പറയണില്ല. വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയൊന്നും പറയുന്നില്ല. അവർ എന്നെ ഇടിച്ചു, കൂടുതലായിട്ട് എന്നെ ഇടിച്ചു എന്ന് മാത്രമേ പറയണുള്ളൂ. പേരറിയുന്ന 5 പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 15ഓളം പേർക്കെതിരെയും മർദ്ദനമേറ്റ കുട്ടിയുടെ കുടുംബം കുറുപ്പംപടി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ കുട്ടികൾക്ക് ഇതേപോലെ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. എൻ്റെ കുട്ടി അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നത് ആണ്. ചിരിച്ചുകൊണ്ട് നിന്നു. അവന് പേടിയുണ്ടെങ്കിലും അവന് ചിരിച്ചുകൊണ്ട് നിന്നു. അവന് ഒരു പേടിയുണ്ട്. എന്നാലും അവൻ്റെ ഒരു അഭിമാനത്തെ ചൊല്ലി എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് കുറുപ്പംപടി പോലീസ്. സംഭവത്തിൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബം പരാതി നൽകി. ന്യൂസ് മലയാളം, കൊച്ചി.